ഹലോ വെൽക്കം ടു മൈ ദുബായ് വ്ളോഗ്. സോ ഈ വെക്കേഷൻ ഇസ് വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മൾ കുഞ്ഞിലെ സ്കൂളിലൊക്കെ ഇരുന്നപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായിട്ട് ഏൺ ചെയ്തൊക്കെ തുടങ്ങിയിട്ട് നമുക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകണ്ടേന്ന്. ആൻഡ് ആ ഡ്രീം ഇത്രയും പെട്ടെന്ന് റിയാലിറ്റി ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഓൾസോ ഒരു കുഞ്ഞ് ഡിസ്ക്ലെയിമർ ഉണ്ട്, ഇത് പുറത്തുനിന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ നല്ല ബോറിംഗ് ആയിരിക്കും. കാരണം ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതോ വ്യൂസിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. നമ്മളന്ന് പോയപ്പോൾ ഉള്ള കുട്ടി കുട്ടി ഡീറ്റെയിൽസ് ഒന്നും പിന്നീട് മറന്നു പോകാതിരിക്കാനും അതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാനും കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും കാണാൻ തോന്നുമ്പോൾ ഒന്നും കൂടെ റീവാച്ച് ചെയ്യാനും അന്നത്തെ ഓർമ്മകളൊക്കെ വീണ്ടും വീണ്ടും അയവറക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ കാണുന്നത് കണ്ടോട്ടെ. 26 ഡിസംബർ 2025 ട്രിപ്പ് തുടങ്ങുന്നത് ഈ ബസ്സിൽ നിന്ന്. നമ്മുടെ ഫ്ലൈറ്റ് ആക്ച്വലി നൈറ്റ് കൊള്ളാം, നല്ല റൈവേ. സോ ഫ്ലൈറ്റ് രാത്രിയാണ്. ആൻഡ് ഓൾസോ ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അമ്മയും പപ്പയും എൻ്റെ ലഗേജ് എടുത്ത് നമ്മുടെ ആലുവയിലെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. സോ ആ സമയമാകുമ്പോൾ ഞാൻ ബസ് കയറി ഷോപ്പിലേക്ക് പോയിട്ട് അവരവിടെ നിന്ന് തന്നെ എയർപോർട്ടിലേക്ക് ആക്കും. ഇതാണ് പ്ലാൻ. സോ അങ്ങോട്ടേക്കുള്ള പോക്ക്. നമ്മൾ ഓൺ ടൈം എയർപോർട്ടിലെത്തിയെങ്കിലും ഫ്ലൈറ്റിന് 3 hours ഡിലേ ഉണ്ട്. എന്താ പറഞ്ഞ പ്രായമായി, മുടി നരയ്ക്കും. എത്ര വയസ്സായി? അത് ഡയ്യ നീലയൊന്നുമില്ല. ഭക്ഷണം നീ കുട്ടിടുവോ? ഒരു 9 years. ലാസ്റ്റ് ടൈം ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് ദുബായ് പോകാൻ തന്നെയായിരുന്നു. അത് 9th സ്റ്റാൻഡേർഡിലായി വിത്ത് മൈ പാരൻസ്. പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ പോകുന്നത്. ടോപ്പ് ലോഞ്ചിൽ 2 രൂപയുടെ സെറ്റായില്ല. അവർ പറഞ്ഞു ആ കാർഡ് ഒരിക്കലും യൂസ് ചെയ്തതാണ് ഈ വർഷം തന്നെ. സോ പറ്റില്ല പറഞ്ഞു. പിന്നെ 2000 കൊടുത്ത് കഴിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ഞാനിപ്പോൾ കാശ് കൊടുത്ത് കഴിക്കും. അതിൻ്റെ വിചാരത്തിൽ ഞാനിങ്ങനെ കാർഡ് കൊടുക്കുന്നു, ടോപ്പ് ലോഞ്ചിൽ കയറുന്നു, ഫ്ലൈറ്റ് തന്നെ അവിടെ ഇരുന്ന് ബുഫേറ്റ് ഫ്രീ ഫുഡൊക്കെ ഇരുന്ന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു എന്നൊക്കെയായിരുന്നു. അത് ഫ്ലോപ്പായി. വന്നപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഡിലേന്ന് എല്ലാം മൂടും പോയി. ഒപ്പം കോൾഡിൻ്റെ ഒരു തുടക്കം. സാരില്ല, ഇപ്പം ഇങ്ങനത്തെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതങ്ങനെ ആയി കഴിഞ്ഞിട്ട് എത്തിക്കഴിയുമ്പോൾ എല്ലാം സെറ്റായി മതിയായിരുന്നു. അതിൻ്റെ പുറകെ തന്നെ ലോഞ്ച് ബാറുണ്ട്. ഇതൊക്കെ ഞാൻ ഇട്ടാം. ഇതൊക്കെ ഞാൻ എങ്ങനെ ഇടും? എനിക്ക് മടി, എനിക്ക് ചമ്മല. പിന്നെ ഒരു ട്രാൻസിഷൻ വീഡിയോ എടുക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ചമ്മല. മൊത്തം ആൾക്കാരായി. രാത്രിയൊക്കെ ആൾക്കാർക്ക് വീട്ടിലിട്ടൂടെ? പകലേനെ നിൽക്കുന്നു, ഉറങ്ങാത്തതുകൊണ്ടാണോ? 8 മണി 1 o'clock. സോണിവാനിയുടെ അഡ്വർടൈസ്മെന്റ്. ഐ ലവ് ദം. ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ആ ഗ്യാങ് ഒന്ന് പോയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഓനോ അടുത്ത ഗ്യാങ് വീണ്ടും വരുന്നു. സോ അതും കൂടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ അടിക്കുമ്പോൾ അടുത്തത് ബീച്ചിനകത്ത് വരണം. പാറു എന്താ ഇവിടെ വെയിറ്റിങ്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങ് കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. ഞാനിവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ എത്തിയിട്ട് ദുബായ് ആണെന്ന് തോന്നണില്ല. നിങ്ങളൊക്കെ ഭാഗത്തുനിന്ന് കാണുന്നൊരു വന്നപ്പോൾ തന്നെ ബൊക്കെയൊക്കെ ഞാനാണെങ്കിൽ എന്നെയോ എന്നെയാണോ കിളി പോയ അവസ്ഥ. കിളി പോയിട്ട് ഞാനിത് എവിടെയാണ് ഏത് സ്ഥലം? ഇവിടെ ഉണ്ട്.
പാറുൻ്റെ ഫ്രണ്ട് അർജുൻ, ആർച്ചയുടെ ഫ്രണ്ട്സ് അനസൻ, ചാച്ചു. അപ്പം നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. ഇനി ഒരാളും കൂടെ എത്താനുണ്ട്. ആളാണ് നമ്മുടെ മെയിൻ ആൾ. നല്ല പിള്ളേരാ, പറയാതിരിക്കുകയാണ്. നമ്മൾ പെട്ടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നോക്ക്, നമുക്കൊരു യൂട്യൂബ് ചാനൽ അങ്ങനെ ലണ്ടനിലെത്തിയിരിക്കുന്നു. ഞാൻ ലണ്ടനിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വന്നതിന് എത്രയാണെന്നറിയോ? എനിക്ക് ദുബായിലെ McDonald's ചെയ്യണം. എനിക്ക് ദുബായിലെ KFC കഴിക്കണം. മന്തി കഴിക്കണം. എല്ലാരും പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ അൽ ക്യുസൈസിലെ തലാൽ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു. UK ഇത്ര മുട്ട കാണാനുള്ളൂ. UK അത്ര മുട്ട കാണുള്ളൂ. പൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ മുട്ട വാങ്ങാനല്ല വന്നത്, പിന്നെ വാങ്ങാൻ വന്ന സാധനങ്ങളൊക്കെ മേടിച്ചു. പാറുവിൻ്റെ അപ്പാർട്ട്മെന്റ് ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. പാറു അങ്ങോട്ടേക്ക് പോയി. ഞാനും ആർച്ച റൂമിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ലഞ്ച് ടൈം ആയപ്പോഴേക്കും പാറു തിരിച്ചെത്തി. ചൂടല്ല, പക്ഷെ തണുപ്പില്ല. ഒത്തന്റിക് മന്തി. മയമല്ല, ഒത്തന്റിക് ആയിട്ട് പാറു പറയുന്നു. മന്തി അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന ഈ സുലൈമാനി ലുക്കാമത്തും അതും അടിപൊളിയായിരുന്നു. It was at this moment he knew he fucked up. It was at this moment we realized that പാറുവിനും ഈ ദേശത്തെ വഴി വലിയ പിടുത്തൊന്നുമില്ലെന്ന്. ദുബായ് ഗൈഡാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു അതായിരുന്നോ ബിൽഡിംഗ്, അപ്പുറത്തായിരുന്നോ ബിൽഡിംഗ്, അതന്നെയാണോ അതോ അതാണോ? പാറു എനിക്ക് ലൊക്കേഷൻ അയച്ചിട്ട് ഇത് റൗണ്ട് ബോട്ട്. നല്ല ആളാ. ഇത് എന്റെ ഡാഡി അറിഞ്ഞാലുണ്ടല്ലോ. ദുബായിൽ വന്നിട്ട് നിന്ന വീടായിരുന്നു തപ്പി നടക്കണ അവസ്ഥ. ഓ മൈ ഗോഡ്. എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഞാനാണ് മാപ്പ് സ്നേഹിതർക്ക് കൈനീട്ടി വഴി പറയും സുഹൃത്ത് ഞാനാണ് മാപ്പ്. അങ്ങനെ അർജുൻ്റെ സഹായത്തോടെ നമ്മൾ ഫ്രെഡീസ് ബാർ കണ്ടുപിടിച്ച റൂമിലെത്തി. പിന്നെ നമ്മൾ പാറുവിൻ്റെ അച്ഛൻ്റെ ഒപ്പം ചായ കുടിക്കാനൊക്കെ പോയി. പിന്നെ ദുബായ് ഫ്രെയിമിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോയി. പിന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടിട്ട് പാറു ഒരു ഡയലോഗ് അടിച്ചായിരുന്നു, അത് കേട്ടോ. ഓൾ ദുബായ്, ന്യൂ ദുബായ്. ഞാൻ പറയും നാട്ടിലത്തെ പെപ്സിയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കരാമേലെ ഡേ ടു ഡേയിലേക്ക് പോയി. ആൻഡ് ഇവിടെ നിന്ന് ആർച്ചൊരു അടിപൊളി സാധനം വാങ്ങിച്ചു. അതെന്താന്ന് കാണാം. ഇത് വാങ്ങിയ ഒരു സിൻഡ്രല്ല വൈബൊക്കെ പിടിച്ച് റൂം അടിച്ച് വാരിയിടാൻ ഒരു മോട്ടിവേഷനൊക്കെ വരും എന്നാണ് ആർച്ച ക്ലെയിം ചെയ്തത്. പക്ഷെ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ മോട്ടിവേഷനൊന്നും കണ്ടില്ല. പിന്നെ നല്ലൊരു ഷവർമ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഈ ലെസ്സി ഡേയിലേക്ക് വന്നു. ഇവരെല്ലാരും ഹൈപ്പ് തന്ന് അയ്യോ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയി. ആ പുറകിൽ നിന്ന് ഹായ് കാണിക്കുന്നുണ്ടോ, അതാണ് ആർച്ചയുടെ കസിൻ അന്ന.
പിന്നെ വേറൊരു മെയിൻ ആളും കൂടെ ഒന്ന് വന്നായിരുന്നു, പക്ഷെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. സാരല്ല, നമ്മൾ നാളെ വീണ്ടും കാണും, അന്നേരം പരിചയപ്പെടുത്താം. It's okay. What? Welcome to our day 2 in Dubai. വീണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ചാച്ചു നമ്മളെ പിക്ക് ചെയ്യാൻ വരും, എന്നിട്ട് നമ്മൾ എമിലീനെ പിക്ക് ചെയ്യാൻ പോകും. നമുക്കൊക്കെ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യമുണ്ട്, ദർ ഇസ് നത്തിങ് ലൈക്ക് പെർഫെക്റ്റ് ടൈമിങ് എനിമോർ. സ്കൂളിലൊക്കെ വെച്ച് ഒരുമിച്ച് എക്സാം, ഒരേ ടൈമിൽ വെക്കേഷൻ, ഇതുപോലെയൊന്നും ഇനി ഒരിക്കലും ആവില്ല. ഓരോരുത്തർക്കും അവരുടേതായ തിരക്കുള്ള സമയങ്ങളുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്ക് ടൈം കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം. ഇനി ആരാ വരാനുള്ള നമ്മുടെ ഏറ്റവും മെയിൻ ഓളിനോട് വരും. എമിയും ആർച്ചും UK നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് വിസ ഓൺ അറൈവൽ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആർച്ച നേരത്തെ വിസ എടുത്തായിരുന്നു ഒരു സേഫ്റ്റിക്ക്. എമി അത് എടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് 99% കിട്ടുമെന്ന് അറിയാമെങ്കിലും ബാക്കി 1% ടെൻഷൻ മാറി കിട്ടിയതിൻ്റെ ആശ്വാസം നിങ്ങൾക്ക് കാണരുത്. യുകെന്ന് വന്നതാ പോലെ യുകെന്ന്. ഈ ഫിഷ് പേൽ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് മെട്രോ എടുത്ത് ഇന്നലെ കണ്ട ദുബായ് ഫ്രെയിമിൻ്റെ മേളിൽ കയറാനാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു 2 hours വെയിറ്റിംഗ് ഉണ്ടെന്ന്. പിന്നെ ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റ മൈൻഡ്, ഇത്ര നേരം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബസ് കയറി അടുത്ത സ്പോട്ടിലെത്തി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞത് നമ്മൾ വീണ്ടും നാളെ കാണുന്നു. ആളാണ് ഇവിടെ കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. വലിയ ഉള്ളതില്ല എടുക്കുന്ന പറഞ്ഞിട്ട് പിന്നെ അതല്ല പറഞ്ഞു കഴിഞ്ഞാ കേട്ടല്ലോ, ഇനി പാട്ടിടുന്നതായിരിക്കും നല്ലത്. മ്യൂസിക്. അവിടെ ആരുടെയോ ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു പീസ് കേക്ക് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മളും കൈയടിച്ച് പാട്ട് പാടിയൊക്കെ കൊടുത്തു, പക്ഷെ കിട്ടിയില്ല. I cannot do it right now because I don't have space. This is the reason I asked you before. ഒരു സൈഡ് സെയിം സൈഡ് ചെയ്യണോ? അല്ല തുടങ്ങിയില്ലാകണോ?
മനസ്സിലൊന്നും കിട്ടുന്നുണ്ടോ ചാച്ചു? എല്ലാവരെയും പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ വിട്ടുപോയെന്നൊരു ചെറിയ സംശയം. കിരണ്ട ഹൈറ്റ് എത്താൻ പുള്ളിക്കാരി സ്റ്റൂൾ ഇട്ടൊക്കെ Thank you so much. So nice. തിരിച്ചല്ലേ ഇത് കാണിക്കൂ. ബൈക്ക് പറ്റിക്കൊണ്ടില്ല. നമ്മുടെ ഈ നാട്ടിലുള്ളപ്പോ എല്ലാവരും പറയുമല്ലോ ദുബായിലെ മോളാണ് മോള്. ദുബായ് മോൾ, നിങ്ങൾ ദുബായ് മോൾ പോയി കഴിഞ്ഞല്ലേ പക്ഷെ നല്ല വീഡിയോ എടുക്കുന്നവരാ. എന്റെ ക്യാമറ ഒക്കെ ശരിക്കും ഇത് കുറച്ച് കറങ്ങുക അറൗണ്ട് പോട്ട്. അതൊന്നും പ്രശ്നമില്ല. ചാച്ചു നീ ഒരു മാസം മുമ്പ് പ്ലാൻ ചെയ്താലാണ് ഈ കാർ എടുക്കാൻ. ഫ്രണ്ട്സിന് ആണോ അതോ Welcome to our day 3 in Dubai. guys. Oh my god. നമ്മൾ ദുബായ് ടാക്സിയിൽ കയറി. now available on board. നമ്മളെങ്ങോട്ടാ പോകുന്നത്? പാർക്ക് സൂഫി റെസ്റ്റോറന്റ്. Which is in Damascus Road. Yeah. നമുക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും. നോക്കാം. അവിടെ ഫുഡ് അടിക്കുന്നു. ഫസ്റ്റ് തവണയാണ് കിരൺ പാർക്ക് റെസ്റ്റോറന്റിൽ പോകുന്നത്. ഞാനും പാകിസ്ഥാനി ഫസ്റ്റ് ടൈം പോകുന്നു. നമ്മൾ 1, 2, 3 ഇങ്ങനെ എണ്ണ സ്പീഡിലാണ് ഇവരുടെ സ്ക്രീനിൽ 15 മുതൽ ചാർജ് അങ്ങ് കൂടിക്കൂടി വരുന്നത്, അതും ദർഹംസിൽ. So we are at Park Sufi restaurant. നമ്മുടെ പൊറാട്ട, ചിക്കൻ കുർമ, മട്ടൻ കീമ, മട്ടൻ കടായി. നമ്മൾ ആദ്യം 6 പൊറോട്ട ചോദിച്ചു. അവർക്കറിയാം വലുതാണ്, സോ നമുക്ക് 3 ആദ്യം തന്നു. അവർക്ക് ബുദ്ധിയുണ്ട്. അവർക്ക് ബുദ്ധിമുട്ട്. നമ്മൾ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ പൊറോട്ട പോലെ ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചു നമുക്ക് ജസ്റ്റ് ഇപ്പൊ എന്താ പറയണേ? ഹലോ ഗായ്സ്, മണ്ണടിച്ചു. മണ്ണ് സ്ലാബ് എന്തിനെല്ലാം വരെ ഫോർമേഷൻ എടുത്തിട്ട് ഒറ്റടി ഒരു അത്ഭുതം കണ്ടു ഞങ്ങളിപ്പോ. ദുബായ്, ജസ്റ്റ് ദുബായ് തിങ്സ്, ജസ്റ്റ് ഹബീബി തിങ്സ്. അതാ പറഞ്ഞതിൻ്റെ ചെറിയൊരു വേർഷനാണിത്. ഇത് വേറെ ദിവസം എടുത്തതാണ്, പക്ഷെ അന്ന് കിട്ടിയത് പോയോ. നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയി ഒന്നും കൂടി ഗെറ്റപ്പായിട്ട് അങ്ങോട്ട് അടുത്ത സ്പോട്ടിലേക്ക് ഇറങ്ങി. നമുക്ക് ഈ വഴി എല്ലാ ദിവസവും വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം. Hey guys, we are going to Dubai Mall. എങ്ങനെ നമ്മൾ പോകുന്നത്? By metro. By metro. നടന്ന് ഇത്
മിക്കവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ടു ദുബായ് മോൾ ബൈ മെട്രോ ആൻഡ് ദെൻ ടേക്ക് എ വാക്ക്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസും വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം നടന്നിട്ട് എത്തണില്ലായിരുന്നു. എൻ്റെ ഹോൾ ട്രിപ്പിൽ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 3 കിലോ കുറഞ്ഞായിരുന്നു. അതിന് മെയിൻ പങ്ക് വഹിച്ചത് ഈ ഒരു നടത്തമാണെന്ന് എനിക്ക് തോന്നണേ. പൊളിക്ക് നാളെ വരെ With the sharks. The shark up with the sharks. Yes, guys. ഇതൊക്കെ എവിടെ ഇട്ടോ? ഞാനിടൂല, നീ ഇട്ടോ. So we are trying Dubai McD. ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഗ്ലോബൽ വില്ലേജിലേക്ക്. You can experience a night where exceptional dining, live entertainment and atmosphere. Hey guys, we are at Global Village. നമുക്കിനി നമ്മുടെ പാസ്പോർട്ട് സ്റ്റാമ്പ് നിറയ്ക്കണം. 10 dirhamsന് നമുക്ക് ഈ ഫേക്ക് പാസ്പോർട്ട് കിട്ടും. സോ ഓരോ കൺട്രിയുടെ പവീലിയനിൽ പോകുമ്പോൾ നമുക്ക് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും. കിരൺ കണ്ടു ഗൈസ്, കിരണിന്റെ സോൾമേറ്റിനെ. അങ്ങനെ കിരൺ കണ്ടു ഗൈസ്, കിരണിന്റെ സോൾമേറ്റിനെ. Let's go to Kuwait. ആരാന്ന്? എന്താണ്? Let's go to Okay. Can I record? No, I feel. Tehran. വേണ്ട. ഇന്ത്യയുടെ പവീലിയനായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലുത്. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. അയ്യോ ചീറ്റിപ്പോയി. നമ്മളെ കിട്ടുന്നില്ല. ഇനി കിരൺ മറ്റേ ഇന്ത്യ എന്തിങ്ങനെ ഇരിക്കുന്ന ഇന്ത്യ.
क्या एविडेंस अगर इससे कम में कोई मेरे को नहीं दे ഇത് ഒഴിക്കണം ആദ്യം ചോദിച്ചോ സ്റ്റൈലൊക്കെ വയ്ക്കും ഞാൻ പോയി ഓക്കെ അൻസിനോട് വാങ്ങലാന്ന് പറ ആർച്ച നോക്കുന്നു ആർച്ചക്കും ആർച്ച നോക്കുന്നു ആച്ച 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 പക്ഷെ സ്റ്റാമ്പ് ചെയ്തില്ലല്ലോ. ആർക്കൊക്കെ പേടി ഇല്ലാത്തെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായി. ഒന്ന് റൈറ്റിലേക്ക് നോക്കിക്കേ. പേടിയാണ് മുകളിൽ കാണാൻ. അത് കിട്ടി കിട്ടിയോ പോണ How was the horror trip, guys? എല്ലാം കിട്ടി പോടാ ചെറിയ കാലും വലിയ ബോഡിയിലെ ലൈറ്റ് എത്തിക്കേ ദീപൊക്കെ ചെയ്ത് ലൈറ്റ് എത്തിക്കേ സോറി ലൈറ്റില്ലടാ കട്ടാന
ചേരുന്നുണ്ടോ? ഇല്ല. കൊള്ളാം. ഞാൻ ചാർച്ചൊക്കെ ഒരു റിംഗർ ഗിഫ്റ്റ് മനസ്സിലാ അവള് വേണമെന്ന് പറഞ്ഞ ഗിഫ്റ്റ് ആർച്ച വേണോ? ഞാൻ ഇതൊന്നല്ല, ഞാൻ നിങ്ങളെ സ്വരോസ്കിയുടെ സ്റ്റോറി കണ്ടോ? ആർച്ചയിടും മോനെ സെറ്റ്. ഏതാ സോങ്? ഇവിടെ എന്താ മസാജ്. ചെസ്റ്റ്നട്ട്സ് കഴിച്ചിട്ടോ? ചെസ്റ്റ്നട്ട്സ് പറഞ്ഞ സംഭവം അങ്ങോട്ട് പോവാം. എനിക്ക് വേണോ? വേണ്ട, വാ വായു. ഞാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞല്ലേ. വേണ്ട, വാ വാ വാ. സാധനം വാങ്ങാണ്ട് പിന്നെ വാങ്ങി കൊടുക്കാൻ ഇതൊന്നും മോശമല്ലേ? ദുബായിൽ വന്നിട്ട് അല്ലേ? മോശമല്ലേ? മോശമാണോ അല്ലേ? എന്തോ ഇപ്പൊ തീർക്കാം. പാട്ടിട്ടാലോ? പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, കിരൺ എനിക്ക് പ്ലേലിസ്റ്റ് ഷെയർ ചെയ്തപ്പോ അതിനൊക്കെ പുള്ളി കേട്ടില്ല. എത്ര പറ്റും? പിന്നെ എത്ര 18 100 റോഡോ? അതെ. പാർട്ട് ഓഫ് ഡേറ. ഇവിടെ കൂടെ വെച്ചിട്ട് കണ്ണൊക്കെ തൂങ്ങി തന്നെ. ഇവരൊക്കെ ചില്ലി മറ്റേ മജ്ലീസ് പോലെയൊക്കെ ഇട്ടിട്ട് നമ്മള് മറ്റേ മീൻ ചുടാൻ പോയപ്പം
കണ്ടിട്ടുണ്ടായിരുന്നോ അവിടെ അറബി വന്നിട്ടുണ്ട്. And it's day 4 in Dubai. പലരും പല ലെവലിൽ നടന്ന് Hey guys, നമ്മളിപ്പോൾ എങ്ങോട്ടാണ്? അതെ, ദുബായ്. The desert safari. നമുക്കിപ്പോഴേ മൺചുഴലി കാണാൻ പറ്റുന്നുണ്ട്. ഡെസേർട്ടിൽ പോയ അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യാം. ഒട്ടക പുറത്ത് കയറാം, പിന്നെ എന്തൊക്കെ ചെയ്യാം, ബെല്ലി ഡാൻസ് കാണാം, മറ്റേ ഡെസേർട്ട് ഡ്യൂൺ ലാൻഡ് ക്രൂസറിൽ ആർച്ചയ്ക്കൊരു സങ്കടം ഉണ്ടായിരുന്നു ദുബായ് വന്നിട്ട് അറബിക്കുപ്പായിട്ട് ആൾക്കാരൊന്നും അധികം കണ്ടില്ല, സംസാരിച്ചില്ല എന്നൊക്കെ. അത് നമ്മളായിട്ട് തന്നെ അങ്ങ് തീർത്തു കൊടുത്തു. പാറു ആക്ച്വലി ഒരു തവണ നമുക്ക് നോൾ കാർഡൊക്കെ എടുത്ത് തന്ന് മെട്രോയിൽ കയറ്റി ഒന്ന് ഫെമിലിയർ ആക്കി തന്നതാണ്. പിന്നെ ഒരു ദിവസം പാറു വർക്കിന് പോയപ്പോൾ നമ്മൾ 3 പേര് മാത്രം ട്രെയിൻ വന്നപ്പോഴേക്കും ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് അങ്ങ് ഓടിക്കയറി. കയറി കഴിഞ്ഞപ്പോഴും നമ്മൾ കണ്ടത് നല്ല വ്യൂ, കുറച്ചുകൂടെ നല്ല സീറ്റ്സ്, ഇതുവരെ കയറിയ കമ്പാർട്ട്മെൻറ്റ്സ് പോലത്തെ അല്ല. അപ്പോഴാണ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ് കാർഡ് ഉള്ളവർക്ക് മാത്രം എൻട്രി, ഇല്ലെങ്കിൽ 100 dirhams ഫൈനാണ്. എന്ന് വെച്ചാൽ വെറും 2500 രൂപ ഒരാൾക്ക്. അപ്പോഴും നമ്മൾ വിചാരിച്ചു ഇനി 2-3 സ്റ്റോപ്പും കൂടെ അല്ലേ ഉള്ളൂ, നമുക്ക് ഇറങ്ങാൻ ആര് നോക്കാനാണ്. കറക്റ്റായിട്ട് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് നല്ല അറബി കുപ്പായൊക്കെ ഇട്ടൊരു ഓഫീസർ കയറി, എന്നിട്ട് എല്ലാവരുടെയും കാർഡ്സ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി പുറകിൽ അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഡോറുണ്ട്, അതുവഴി ഇറങ്ങാൻ തിരിഞ്ഞപ്പോഴേക്കും വേറൊരു ഓഫീസർ കയ്യും കെട്ടി നോക്കി നിൽക്കുക. നമ്മുടെയും കാർഡ് ചെക്ക് ചെയ്തു. നമ്മൾ പറഞ്ഞു നോക്കി വി ആർ ന്യൂ, വി ഡിഡ്ന്റ് നോ എന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ആർച്ച് ആളോട് പറഞ്ഞു നമ്മൾ ആക്ച്വലി കയറിയപ്പോൾ ഈ ബോർഡ് കണ്ടായിരുന്നു എന്നൊക്കെ. ഞാനും എമിലിയും അയ്യോ ആർച്ച് ഇത് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആൾ ചോദിച്ചു എന്താ ഇറങ്ങാതിരുന്നതെന്ന്. നമ്മൾ പറഞ്ഞു ഡോർ അടഞ്ഞു പോയി. അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി. നമ്മളല്ലാതെ വേറെ 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ 3 ഡേയ്സിലധികം ആയിട്ടില്ല നമ്മളിവിടെ ലാൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഒരു വാർണിംഗ് പോലെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് വിട്ടു. ഇനി നമുക്ക് പറയാം ആർച്ചയുടെ സന്തോഷത്തിനായിരുന്നു ഇതെല്ലാം. കരാമയിലെ വൈഡ് റേഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നല്ല അടിപൊളി ഊണും കഴിച്ചിട്ട് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് ഇറങ്ങി. ഇത് ദുബായ് ആണ്, പക്ഷേ ദുബായിന്റെ പല പല സൈഡ്. ശരിക്കും കാഴ്ചയാണ് ഈ ശോഭ കേരള ശോഭ റിയാലിറ്റി. നല്ല ആകാശം, നല്ല പച്ച. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. എങ്ങനെ ഇരിക്കണം? ഈ ഒരു സ്കാർഫ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഡെസേർട്ടിൽ എത്തിയിട്ട് വാങ്ങാനാണെങ്കിൽ നല്ല റേറ്റ് ഒരു മേടിക്കും. അതുകൊണ്ട് അർജുൻ നമുക്ക് നേരത്തെ ഡേ ടു ഡേ ഇത് സെറ്റാക്കി തന്നായിരുന്നു. ഈ ഫാൽക്കണിൻ്റെ ഒപ്പം ഫോട്ടോസ് എടുക്കാൻ ആദ്യം ഇവർ പറഞ്ഞ റേറ്റ് കുറച്ച് അധികമായിരുന്നു. പക്ഷെ പാറു നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് പിടിച്ചു തന്നു. അത്രയും സ്ട്രോങ് ആയിട്ട് ബാർഗെയിൻ ചെയ്ത ആൾ ഇനി ചെയ്യണത് കണ്ടോ കേട്ടോ. എന്തെങ്കിലും സാധനം വെച്ചാൽ സാഷ്ടാംഗം പ്രണമിച്ചതാ. പോസ്റ്റൊക്കെ എടാ പുള്ളി ലാസ്റ്റ് തിരിച്ച്
ഷമീ നോക്കി നോക്കാൻ പറയാം അക്ഷയോട്. അങ്ങനെ നോക്കില്ല. അയ്യോ കൊള്ളാം. അത് ഇച്ചിരി അടുത്ത് പിടിക്കോ കയ്യിൽ. ആർച്ച അതിന്റെ കണ്ണില്ല, കണ്ണ് കാണില്ല നിങ്ങൾക്ക്. അതാണ് വെച്ചോ. എനിക്ക് അടുത്തേക്ക് വെക്കാം. അല്ല ഫ്രെയിം കിട്ടൂല മര്യാദയ്ക്ക്. അതിൽ കണ്ണാണല്ലോ, അതുകൊണ്ടല്ലേ പറക്കാതിരിക്കുന്നത്. അവര് കണ്ണിലൊരു ഇതൊട്ടിക്കും, ഓക്കെ. അല്ലെങ്കിൽ പറഞ്ഞോയില്ലേ അവര്. എടാ എനിക്ക് അതിന് സ്കിന്ന് ടച്ച് ചെയ്തിട്ട് എന്തോ പോലെയാടാ. ആ പോസ് കണ്ടോ? നല്ല ശരി ശരിക്ക് വീഡിയോ അല്ല എടുക്കണേ. ആരാ കിരണേ ഓക്കെ ലെറ്റ്സ് ഗോ. We absolutely highly recommend experiencing this because it was so much fun. ഇത് വീഡിയോസിൽ കാണുമ്പോൾ ചിലപ്പോൾ അത്ര മനസ്സിലാവില്ല, പക്ഷെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയായിരുന്നു. നമ്മൾ കൂവി തിമിർക്കായിരുന്നു ഇവിടെ. 2, 1. പിന്നെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞായിരുന്നു ഇതിന് ഇൻഷുറൻസ് ഒന്നുമില്ല, സോ ഇടിച്ച ഒന്നും കിട്ടത്തൊന്നുമില്ല. ഇങ്ങനെ പേടിക്കല്ലടാ. ചത്ത് 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 ചത്ത്.
ഇല്ല മേടിക്കണ്ട വീടില്ല. Some memories are forever. വെട്ടം പോയാ സോ ഗുഡ്. അങ്ങനെ ആ കലാപരിപാടികൾക്കൊടുവിൽ നമ്മൾ ഡ്യൂൺ ബാഷിങ്ങിന് പോവാണ്. അതിന് മുന്നേ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ടയറിൽ നിന്ന് കുറച്ച് എയർ കളഞ്ഞായിരുന്നു ഫോർ ബെറ്റർ ട്രാക്ഷൻ ഓഫ് ദ സാൻഡ്. ഇതോടെ നമ്മൾ കുലുങ്ങി ഇടിച്ചും ദേഹം മൊത്തം പഞ്ചറായിട്ടുണ്ട്. Kiran Singh. Phone.
ബാക്കോട്ടായിരിക്കും, ഫ്രണ്ടിലേക്ക് ബാക്കോട്ടിരുന്നോ, കാരണം താഴുമ്പോ വീഴും. പിടിച്ചിരുന്നോട്ടാ. കേറാച്ച പിടിച്ചിരുന്നോട്ടാ. പാറു കുറച്ച് നാൾക്ക് മുന്നേ ഒന്നും ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ട് നന്നായിട്ട് അറിയാം മുതുക് പോകുന്നു. അതുകൊണ്ട് പാറു കയറിയില്ല. It's day 5 in Dubai and it's going to be a little long day because it's New Year. Again, we are in Dubai. അതാമിൻ്റെ ചായക്കട. സോ ഇന്ന് ഹാഫ് ഡേയിലേക്ക് നമ്മൾ രണ്ടിനും മാത്രമേ ഉള്ളൂ. പാറു വർക്കിന് പോയി, ആർച്ചിക്കും കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, സോ റൂമിലാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അർജുൻ നമ്മളെ ജോയിൻ ചെയ്യും. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ്. Hi guys, ഞങ്ങൾ ദുബായിലെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലാണ് വിത്ത് അവർ ഗൈഡ് മിസ്റ്റർ അർജുൻ. നമ്മുടെ ഗൈഡായിരുന്നു കംപ്ലീറ്റ് ദുബായ്. കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ നല്ല ഭംഗിയുള്ള പെമ്പിളാരോടെ നോക്കും. ഇതൊക്കെ എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ എന്തായാലും ഏതെങ്കിലും കാലത്ത് തുടങ്ങണം കേട്ടോ. കറക്റ്റ് വ്യൂ എന്നാ ഒരു പറയാം. പറയൂ എന്താണ് ഗൈസ്? അതെനിക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. ടാറ്റാ, ബൈ ബൈ. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ പുറകിൽ ആരാ നോക്കൂ. എമിയല്ല, അവിടെ അവിടെ വരുന്നടാ. കിരൺ വരുന്നവര് Al-Abwab Tughlaq, doors closing. ഇപ്പം 2-3 ദിവസമായാലും മെട്രോയിലൊക്കെ ഇറങ്ങി നടക്കുന്നത്. അതോടെ മനസ്സിൽ പതിഞ്ഞൊരു അനൗൺസ്മെന്റ് പറയണത് കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൂടെ, എന്നാലും ചുമ്മാ. Station is Shobar Realty.
ആ ഓക്കെ ചെയ്തോ. നല്ല ഇരണ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഈ ആട്ട് നിറയുന്നു. അവിടെ ഇവിടെ സീബ്ര ഇല്ല. കണ്ണി കാഴ്ച തന്നെ കൈ കൊള്ളാലോ. നല്ല ചണ്ണം കോളനി ആയിട്ടുണ്ട്. ഇതുപോലെ ജില്ലായിട്ട് ഡ്രസ് ഇട്ടിട്ട് പേടിക്കണ്ട. ഞാൻ എനിക്കൊരു വെല്ലുവിളി. ഞാൻ തുടങ്ങാൻ പോണേ ഭാവി തുടങ്ങാൻ പോണ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യും പ്ലീസ്. എന്താണ് യൂട്യൂബിന്റെ എന്റെ പേര് തന്നെയാണ് വിസ്മയ. വിസ്മയ വിസ്മയ ഫോളോ ചെയ്യാം. പിന്നെന്താണ് അതെ ഫ്രീ കൊളാബ് വിത്ത് സെലിബ്രിറ്റി. ഓക്കെ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എത്ര മണിയായിപ്പോ? മറൊരു ടെൻഷൻ വരുന്നൊക്കെ നമുക്ക് നോക്കാം. This too shall pass. മലയാളം എഴുതാനൊക്കെ അവർക്ക് പാടായിരിക്കും. നമുക്ക് മറ്റേ
ഇംഗ്ലീഷ് വേറെ ഏതൊക്കെ ഭാഷ ഫോണാണോ ഫോൺ അടിയൂസ് എന്തൊരു സാധനല്ലേ നമ്മൾ അറിയില്ല തിരക്ക് എല്ലാവരും ഉറങ്ങിക്കണം ചെട്ടല്ല ഞാൻ പുള്ളി മറന്നു എങ്ങോട്ടേനും പോണ്ടേത് അപ്പം പോകണേ Baby,
Welcome to our day 6 in Dubai. I'm not even kidding, seriously. തിയററ്റിക്കലി ജാനുവരി 1 ഇന്നലെ തുടങ്ങി, ബട്ട് ടെക്നിക്കലി പറയാനാണെങ്കിൽ ഇന്ന് ഈവനിങ് ആണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. കാരണം ഇന്നലത്തെ ന്യൂ ഇയർ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ തന്നെ വെളുപ്പിന് 4 മണിയായി. സോ അതുകൊണ്ട് ലേറ്റായി എണീക്കാനൊക്കെ. ആൻഡ് ഇപ്പോൾ വി ആർ ഗോയിങ് ടു ബുർജ് ഖലീഫ. ഇന്നാൾ നടന്ന ആ വഴി ഫുള്ള് ഇനി നടക്കാനുണ്ട്. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ബുർജ് ഖലീഫയുടെ അവിടെ ഒരു സ്പെഷ്യൽ ഷോ ഒക്കെ ഉണ്ട്. സോ അത് കാണാനൊക്കെ ആയിട്ടാണ് പോണത്. ഓൾസോ അവിടെ അടുത്ത് നല്ല ടിറാമിസ് കിട്ടുന്നൊരു സ്പോട്ടുണ്ട്, അതും നമ്മുടെ പ്ലാനിലുണ്ട്. ആൻഡ് കുറച്ച് ട്രാൻസിഷൻ വീഡിയോസൊക്കെ എടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. സോ നമ്മുടെ പരിശ്രമങ്ങളും അതിൻ്റെ ബ്ലൂപ്പേഴ്സൊക്കെ നമുക്ക് ഉടനെ കാണാം. ഓൾസോ മെയിനായിട്ട് ഷോയും കാണാം. എനിക്ക് ചില കിരണം എടുക്കാം.
start our transition attempts. അയ്യോ സോറി. ഇതൊക്കെ കാണിക്കും. ന്യൂ ഇയർ കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ആ ഏരിയയിൽ. ആൻഡ് നമ്മൾ ടിറാമിസു കഴിക്കാൻ പോകാണ്ടിരുന്ന സ്ഥലത്തേക്ക് അടുക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. അങ്ങനെ ക്രോസാണ്ട് കോഫി മുക്കി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് പുറകിൽ നിന്ന് ആരാ ടിറാമിസു വാങ്ങിക്കൊണ്ടുവരുന്നേ നോക്കൂ. എന്താണ് വിവേക്? കഴിക്കാൻ വായിലോക്ക് ഇങ്ങനെയല്ല ഇങ്ങനെയല്ല. സങ്കട. Bye guys. Bye to Dubai. I don't want to go back to London. പൊട്ടയും ബീഫ്. എന്താ ചെയ്യാൻ? So this is our last day of Dubai. So basically ഇന്ന് ഷോപ്പിംഗ് ഡേ ആണ്. ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. So unfortunately പാറുവിന്റെ ബർത്ത്ഡേ അന്ന് നമുക്കൂടെ ഉണ്ടാവാൻ പറ്റൂല. So we are planning to host a ചിന്ന ബർത്ത്ഡേ പാർട്ടി. സർപ്രൈസ് for ജാനുവരി 6th ബർത്ത്ഡേ. പക്ഷെ നമ്മളത് പ്ലാൻ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഇന്ന് പോകും. മെയിൻലി ഷോപ്പിംഗ് ആൻഡ് പാറുവിൻ്റെ ബർത്ത്ഡേ. നമ്മളിപ്പോൾ മെട്രോ കയറി ബസ് കയറി ഡ്രാഗൺ മാർട്ടിലേക്ക് പോവാണ്, വിച്ച് ഇസ് അറ്റ് ഇന്റർനാഷണൽ സിറ്റി. ഓക്കെ. ഇംഗ്ലീഷ് ഷോക്ക് അടിച്ചിരിക്കാം. നാളെ പോകുന്നുണ്ട്. ഞാൻ ഒട്ടും ഷോക്ക് അടിച്ചിരിക്കില്ല. ഞാൻ കരയാറ് പോലുമല്ല. പോയില്ലേ ശരി. ഇത്ര നേരം വെള്ളം ഉണ്ടായിരുന്നല്ല. മിനി ഐഫോൺ. കിഴപ്പ്, ശുദ്ധമായ കിഴപ്പ്. ഇതാണ് തൊട്ടടുത്ത് എല്ലാം കിട്ടും. അറിയത്തില്ല, ഞങ്ങക്ക് ഒരു 2 hour ട്രാവൽ ചെയ്താണ് എക്സ്പ്ലോർ. ഇതായിരുന്നു ദുബായ് എക്സ്പ്ലോർ. നേരെ പോകാൻ നേരെ പോകണം. ഒരു അന്തം ഇതെന്തായാലും വളയാണ്ട് നേരെ പോകാൻ കടകളില്ല. ഒരു അന്തം കുന്തം ഇല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങണം. മെട്രോ കയറുക, ബസ് എടുക്കുക, നടക്കുക, ഒരു സ്ഥലം കണ്ടുപിടിക്കുക, എന്നിട്ട് മൂഞ്ചുക. സ്റ്റോറി ടൈം. നമ്മൾ ഇന്നലെ പോയ ടാക്സിയിലെ ഡ്രൈവർ ചേട്ടൻ ഒരു മലയാളിയായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ എവിടെയെന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ട് വന്നപ്പോൾ നാളെ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് കണ്ട് മറ്റന്നാൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ആൾ പറഞ്ഞു ഡ്രാഗൺ മാർട്ടിൽ നല്ല സ്ഥലമാണ് പിള്ളേരെ, അവിടെ ചീപ്പ് റേറ്റിന് സംഭവങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. നമ്മൾ നേരെ അർജുനെ വിളിച്ച് ചോദിച്ചു. അർജുൻ ഇങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞു, എന്താ അഭിപ്രായം? അർജുൻ അന്നേരം വിചാരിച്ചത് എൻ്റെ ഏതോ പരിചയത്തിലെ ചേട്ടനെ പറഞ്ഞതെന്ന്. വിഷമിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് നന്മമരം കളിച്ചതാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനുള്ള റീസൺ. അവിടെ പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല. നമുക്ക് വേണ്ട സാധനങ്ങളൊന്നുമില്ല. വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്, പക്ഷെ നമുക്ക് വേണ്ട ഒന്നും ഇല്ല. ഡ്രാഗൺ മാർട്ട് നിരാശപ്പെടുത്തിയെങ്കിലും നമ്മൾ ഡേ ടു ഡേന്നും അതിൻ്റെ അടുത്തുള്ള ഒരു മോളിൽ നിന്നും എല്ലാം സെറ്റാക്കി. അർജുൻ കേക്കും ഫ്ലവേഴ്സും വാങ്ങി. അനസ് ഒരു 1 hourലേക്കാണ് ഈ യോട്ട് ബുക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് യോട്ടിൽ കയറിയിട്ട് നമ്മൾ മേലത്തെ ഡെക്കിലാണ് ഈ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. മീൻവൈൽ പാറുവിനോട് താഴെ നിന്ന് കുറച്ചധികം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നോളം പറഞ്ഞു. ആൾക്ക് ഇതിനകം മനസ്സിലായി എന്താ നടക്കുന്നതെന്നൊക്കെ. കാരണം കയ്യിൽ കേക്കും ഫ്ലവേഴ്സും സംഭവങ്ങളൊക്കെ ഒരു കൊട്ട സാധനങ്ങളും കാണുമ്പോൾ മനസ്സിലാവാതിരിക്കാൻ മാത്രം മണ്ടിയല്ലല്ലോ. പിന്നെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ക്രെഡിറ്റ്സ് മെയിനായിട്ട് ചാച്ചു. അത് കഴിഞ്ഞിട്ട് അനസും അർജുനും മാറി മാറി കൈയേറിക്കൊണ്ടിരിക്കുമായിരുന്നു. വീഡിയോ
കുറച്ച് അഭിനയിക്കാം. നാളെ പോകുന്നില്ല. അതുപോലെ ഫേസ് ചെയ്ത് ഓക്കെ. ബലൂണൊന്നും ഇവിടെ അലോഡല്ല കേട്ടോ. അലോഡല്ല, അകത്ത് മാത്രമുള്ള അലോഡ്. ബലൂണാ ഹോട്ടലോടല്ല അവളിപ്പോ വിടണ്ട, പോയി. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ചാച്ചുവിൻ്റെ ബലൂൺ പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് ഉടനീളം ആ ദൗത്യം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈം അതും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. എന്റെ ഫോൺ എന്തേ? അതിനകത്ത് കട്ട് ചെയ്യണ്ട. ഫോട്ടോസ് എടുത്തോ. ഫ്ലാഷ് ഉണക്കി എടുത്ത, എല്ലാം ഫ്ലാഷ് ഉണക്കി എടുത്ത. എല്ലാരും ഒന്ന് ചീസ് ചെയ്ത് അടുപ്പിച്ച് നമുക്ക് മോമെന്റ്സ് ഇങ്ങോട്ട്. ഒന്നിവിടെയും തരണേ. ഒന്നിവിടെയും ഇവിടെ 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 വിസ്മോൾ പോസ് ചെയ്യാൻ ഭയങ്കര. പോയി ആ പോസ് ചെയ്യും. എല്ലാരും പല പല ക്യാമറ പോയി.
അവിടെ ഒരു ഫോട്ടോ എടുക്കുവാ എനിക്കെല്ലാം കൂടെ ഫോട്ടോ ഫോട്ടോ ആരെങ്കിലും പ്രസ് ചെയ്യോ? ആ ബലൂണൽ വേണം പിടിച്ചോ. ആ പിടിച്ചോ. പോസ് ചെയ്തോ എടാ കൈയുടെ ഫോട്ടോ എടുക്കാം. എവരായിട്ടുള്ള കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊറേ വീഡിയോ നല്ല വീട്ടിൽ കൊല്ലോ ചെയ്യാം. എങ്ങനെയായിരുന്നു ലൈവല്ലേ ഇത് എടുക്കുന്നത്? വീഡിയോ എടുത്തേക്കാം. മുള്ളും തിരക്കും കറിയിപ്പിക്കരുത്, എനിക്കറിയരുത്. എല്ലാ ദിവസവും ഒരേ മേക്കപ്പാ, പക്ഷെ പല പോലെയാണ് വരുന്നത്. ഓർമ്മ ഇവിടെ എന്തോ തട്ടിട്ടില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ. അതാരുടെ ബർത്ത്ഡേ? ചെറിയ സൈസ് നോക്കട്ടെ. ഓർമ്മ ഇവിടെ എന്തോ തട്ടിട്ടില്ലല്ലോ. ഫ്ലാഷ് ഓഫ് ആക്കട്ടെ. നീ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒന്ന് കൊണ്ടുപോകേ. വിസ്മയക്ക് എടുക്കണോ സെലിബ്രിറ്റി ഫോട്ടോ? മുടി അവിടെ നോക്കിയേ.
സിനിമാറ്റിക് എടുക്കാം. ആർച്ച നോക്ക്, ആർച്ച ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പറ. എന്റെ കുഞ്ഞു കൈയാട്ടം, എന്റെ കുഞ്ഞു കൈയാട്ടം. സോ അയ്യോ, ഇന്ന് ആർച്ചയുടെ ലാസ്റ്റ് നൈറ്റ് അല്ല. ഓക്കെ, എന്റെയും എമ്മിയുടെ എന്റെ അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ചു പോണ ദിവസമായി. ആർച്ച് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഓൾസോ ക്രിസ്മസ് ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ വെർച്വലി ലോട്ടിട്ട് ക്രിസ്മസ് ഫ്രണ്ട്സിനൊക്കെ സെലക്ട് ചെയ്തായിരുന്നു. ആൻഡ് അത് ഇപ്പോൾ ഇല്ലാതെ ഡേ ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. പച്ച ഇഷ്ടം ഞാൻ പോവുകയാണ്. Have your passport and my hands. I can make the bad guys good for me. ഈ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാവരും മടുത്തൊരുമാതിരി ആയിരുന്നു. ചുമയും ജലദോഷവും പനിയും മേലുവേദനയും ഇല്ലാത്തതായിട്ടൊന്നുമില്ലായിരുന്നു. എമിലി പോണ ടൈമിങ് എനിക്ക് പോകേണ്ട ടൈമിങ് തമ്മിൽ കുറച്ച് അവേഴ്സ് ഡിഫറൻസ് ഉണ്ട്. സോ നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓൾസോ ആസ് യൂഷ്വൽ സ്പൈസ് സെറ്റ് വീണ്ടും 3 hours ഡിലേ ആണ്. നമുക്ക് ഉറങ്ങാൻ അത്യാവശ്യം നേരമുണ്ട്. ചത്ത കിട്ടണം. ചായയും പലതും പാറുൻ്റെ അച്ഛനെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്കും കൊണ്ടുപോകാൻ അത്യാവശ്യം നല്ല രീതിക്ക് ലഗേജ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊടുത്തയച്ചതും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുത്തയക്കുന്നതും പിന്നെ ഞാനായിട്ട് വാങ്ങിയതും ഡ്യൂട്ടി ഫ്രീയിലും കുറച്ച് നിരങ്ങിയായിരുന്നു. സോ അതെല്ലാം കൂടെ കുറച്ച് വെയിറ്റ് അധികമായി. ആൻഡ് എനിക്ക് തോന്നുന്നു ക്ലോസ് ടു ഒരു 4,000 rupees അവർ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ മാറ്റണമായിരുന്നു. ഞാൻ മാറ്റി, പക്ഷേ എല്ലാം ഒരു പില്ലോ സെറ്റപ്പിലേക്ക് മാറ്റിയിട്ട് അത് കൈ പിടിച്ചു. അപ്പോൾ വെയിറ്റ് കുറഞ്ഞു. ഞാനൊരാൾമോള് ഇത് ഒട്ടുമിക്കവരും ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ പാറു എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, പറ്റുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ വിൻഡോ സീറ്റ് കിട്ടുമോ നോക്ക്, അങ്ങനെയാണെങ്കിൽ മേലിൽ നിന്ന് ബുർജ് കാണാമെന്ന്. കറക്റ്റായിട്ട് ആ സീറ്റൊക്കെ ചോദിച്ച് വാങ്ങി. നമുക്ക് നോക്കാതെ കാണാൻ പറ്റുമല്ലോ എന്ന്. Pull the straps to adjust your mask and breathe normally. Cabin crew instructions. Thank you for your attention. The passenger is Boeing 737. വെക്കേഷൻ ഇസ് ഓൾമോസ്റ്റ് ഓവർ. എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി. അതിനനുസരിച്ച് കയ്യിൽ കാശും അത്യാവശ്യം തീർന്നു കിട്ടി. പക്ഷേ എല്ലാത്തിനും അപ്പുറം എ ഹോൾ ലോട്ട് ഓഫ് ഗുഡ് മെമ്മറീസ്, ഒരു ലൈഫ് ടൈം ഫുൾ ഓർത്തിരിക്കാൻ. പിന്നെ എല്ലാവരെയും മിസ് ചെയ്യും. ആൻഡ് ഐ ഹോപ്പ് വി ഓൾ മീറ്റ് അഗെയിൻ സൂൺ.